ഇല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. മതി 1 മുതൽ 4 വരെ എന്താണ് കാണുന്നത്? ശിഷ്യന്മാര് യേശുവും എവിടെയോ കൂടിയിരുന്ന് അവര് സംസാരിക്കുകയോ യേശു പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന മത അധികാരികൾ, മതം നടത്തുന്നവരുടെ അധികാരികൾ, ഇപ്പോഴും നമുക്കുണ്ട്. ഓരോ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകുന്ന കുറെ അധികാരികളുമുണ്ട്. അപ്പം അങ്ങനെ അന്ന് ഇസ്രായേലിലുണ്ടായിരുന്ന യഹൂദ മതത്തിൻ്റെ മേൽത്തട്ടിൽ നിന്ന അധികാരികളാണ് ഫരീസയന്മാർ. ഇതിനകത്ത് പരീശന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. പരീശന്മാർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഹീബ്രുവിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എഴുതിയത് പരീശന്മാർക്ക് യേശു മിശിഹ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു അടയാളം വേണമെന്ന് പറഞ്ഞു. കാരണം നിഷ്കളങ്കരായ മനുഷ്യര് വിശ്വസിച്ചു, ഒരുപാട് പേര് യേശുവിനെ വിശ്വസിച്ച് 5000 പുരുഷന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച കഥ കേട്ടിട്ടുണ്ട്. 7000 പുരുഷന്മാര് ഒന്നിച്ച് യേശുവിന്റെ വചനം കേട്ടിട്ടുണ്ടപ്പോൾ ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു. ശമീര പട്ടണത്തിൽ പോയപ്പോൾ ആ പട്ടണം മുഴുവൻ വിശ്വസിച്ച്. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പരീശന്മാരെന്ന് പറയുന്ന മത അധികാരികൾക്ക് യേശുവിനോട് ചോദിക്കുകയാണ് ചോദ്യം: ആകാശത്തിൽ നിന്നും ഒരു അടയാളം കാണിച്ചു തരണം, എന്നാലും നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. അടയാളം കാണിച്ചാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ അവർ വചനം കേൾക്കും, എന്നാലും അവർ പറയും ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഇന്ന അടയാളം കിട്ടി, അതുകൊണ്ട് ഞാൻ ഇന്ന ദൈവത്തെ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പേർ പറയുന്നുണ്ട്. അതായത് ചിലപ്പം 1000-2000 വർഷം പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബത്തിലുള്ള ആൾക്കാർ പോലും പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്ന അടയാളം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഇന്ന ദൈവത്തെ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പം അടയാളം ചോദിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. അതാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന മത അധികാരികൾ പരീശന്മാരും സദ്ദുക്കയരും അന്നുണ്ടായിരുന്ന വേറൊരു മതത്തിന്റെ അധികാരികളാണ്. അപ്പൊ അവരും സദ്ദുക്കയരും ഈ പരീശന്മാർ, യഹൂദ മതത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് പരീശന്മാരും സദ്ദുക്കയരും യേശുവിനോട് അടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെ യേശു അവരോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പറയുന്നു സന്ധ്യാസമയത്ത് ആകാശം ചുമന്ന് കണ്ടാൽ നല്ല കാലാവസ്ഥയായിരിക്കും. അപ്പം സന്ധ്യാസമയത്ത് ആകാശം ചുമന്ന് കണ്ടാൽ അന്ന് നല്ല കാലാവസ്ഥ ആയിരിക്കും എന്ന് നിങ്ങൾ പറയും. എന്നാൽ പ്രഭാതത്തിൽ ആകാശം മൂടിയിരിക്കുന്നതും ചുമന്നും കണ്ടാൽ നിങ്ങൾ പറയും മഴക്കോൾ ഉണ്ടാവും എന്ന് പറയും. ഇപ്പൊ ദൈവം പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ആകാശത്തിലോട്ട് നോക്കി ആകാശത്തിന്റെ നിറവും ആകാശത്തിന്റെ കോളും ഇരുളും വെളിച്ചവും കാണുമ്പോൾ നിങ്ങൾക്ക് കാലാവസ്ഥ പറയാനായിട്ട് നിങ്ങൾക്കറിയാം. നമുക്കും അറിയാം. ഇപ്പോഴും നമ്മൾ കോള് കണ്ടാൽ പറയാം മഴ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും, കാറ്റ് വരുന്നത്, ശബ്ദം കേൾക്കുമ്പോൾ കാറ്റ് വരുന്നുണ്ട് ദൂരെന്ന്, അല്ലെങ്കിൽ ഇടി മിന്നലും കേൾക്കുമ്പോൾ ഇന്ന് ഇനി ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ആയിത്തെടി വെട്ടുമ്പോൾ KSEB കറണ്ട് ഓഫ് ചെയ്യും. അവർക്കും അറിയാം ആയിത്തെടി വെട്ടുമ്പോൾ ഇനി പ്രശ്നമായിരിക്കും. അവരുടെ പണി വളയ്ക്കാൻ വേണ്ടി അവർ ലൈനങ്ങ് ഓഫ് ചെയ്യും. മരം വീണ നമുക്ക് തന്നെ അപകടം, അതുകൊണ്ടായിരിക്കും അവർ ഓഫ് ചെയ്യുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയാണ് രീതി. ആയിത്തടി വെട്ടുമ്പോൾ അല്ലെങ്കിൽ ആയത്തെ കാറ്റടിക്കുമ്പോൾ അവർ KSEB ഇതങ്ങ് ഓഫ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും കാലാവസ്ഥ കണ്ടാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ യേശു പറയുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാലാവസ്ഥ നിങ്ങൾക്കറിയാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാകുന്നില്ല? നമ്മളോട് ഇന്ന് യേശു എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശു വീണ്ടും മറുപടി പറയാണ്: ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. അതായത് നമുക്ക് ഹൃദയത്തിൽ ദുഷ്ടത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ന് യേശു പറയുന്നു.
യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകത്തിൽ ഒരു പ്രവാചകന്റെ പേരാണ് യോന. ഇംഗ്ലീഷ് പുസ്തകത്തിൽ ജോന എന്നാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ യോന. യോനയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അടയാളമല്ലാതെ മറ്റൊരു അടയാളവും യേശുവിന് തരാൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് യോനയുടെ അടയാളം? നമ്മൾ 2 ആഴ്ചക്ക് നമ്മൾ ധ്യാനിച്ചെന്ന് തോന്നല്ലേ? 2 ആഴ്ച മോൻ പ്രസംഗിച്ചപ്പോഴാണ്, ജോൺ പ്രസംഗിച്ചപ്പോൾ, കഴിഞ്ഞ മാസം പ്രസംഗിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. യോനയുടെ അടയാളം എന്തായിരുന്നു? യോനയുടെ അടയാളം ഞാൻ യേശു ഉദ്ദേശിച്ചതാണ്. വേറൊരു ഭാഗത്താണെങ്കിൽ യേശു പറയും, യോന ഭൂമിയുടെ ഉദരത്തിൽ ആയിരുന്നു, പിന്നെ തിരിച്ചു വന്ന കണക്ക് യേശു 2-3 ദിവസം ഭൂമിയുടെ ഉള്ളിലായിരിക്കും, തിരിച്ചു വരും. അതാണ് യേശു കൊടുത്ത അടയാളം. ഞാൻ യോനയുടെ കുറിച്ച് അറിഞ്ഞൂടാത്തവർക്കാണെങ്കിൽ മനസ്സിലാൻ വേണ്ടി പറയാം. യോന പ്രവാചകനോട് യേശു എന്താ പറഞ്ഞ്, ദൈവം എന്താ പറഞ്ഞ്, നിനവേ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. നിനവേ വലിയ പട്ടണമായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു നിനവേ. ദൈവം പറഞ്ഞു, അവിടെ പോയി പ്രസംഗിച്ച് അവരെ മനസാന്തരപ്പെടുത്തിയില്ലെങ്കിൽ, അവർ ദുഷ്ടത വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. അതായത് ആണും പെണ്ണും കുഞ്ഞുങ്ങളും കന്നുകാലികളും ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് നീ പോയി അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്ത്, എങ്കിൽ അപ്പോൾ അവർ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും. ശിക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത ഒരു സന്ദേശമാണ് യോന പ്രവാചകന്. യോന പ്രവാചകൻ എന്താ വിചാരിച്ചെന്നറിയാവോ? ഞാൻ അവിടെ പോയി പ്രസംഗിക്കും, അവരെല്ലാം കേൾക്കുമായിരിക്കും, പക്ഷെ ആരും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ അവരവരുടെ നല്ല പൈസയുള്ള പട്ടണമാണ് നിനവേ പട്ടണം. നമ്മൾ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ യോന പ്രവാചകൻ അവിടെ ചെന്നിട്ട് 3 ദിവസം യാത്ര ചെയ്ത് പട്ടണത്തിലുണ്ടെന്ന് വെച്ചാൽ എന്തുമാത്രം വലിയൊരു പട്ടണമായിരുന്നു നിനവേ. എന്നിട്ടാണ് പ്രസംഗിച്ചത്. 3 ദിവസം യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ കൊല്ലം പട്ടണം പോലെ അല്ല. എങ്ങനെ ചിലപ്പോൾ വല്ല കോയമ്പത്തൂർ അങ്ങനത്തെ വലിയ പട്ടണങ്ങൾ, അല്ലെങ്കിൽ ബോംബെ പോലത്തെ വലിയ പട്ടണങ്ങൾ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലത്തെ പട്ടണങ്ങളായിരുന്നായിരിക്കും. 3 ദിവസം കാൽനടയായിട്ട് യാത്ര ചെയ്താൽ പോലും തീരാത്ത വലിയൊരു പട്ടണമായിരുന്നു നിനവേ. അപ്പൊ അതാണ് ദൈവം നശിപ്പിക്കാൻ പോകുന്നത്. അവര് എന്തോ വലിയ ആയിരിക്കാം, പാപം എന്താന്ന് പറയുന്നില്ല, പക്ഷെ എന്തോ വലിയ പാപത്തിലായിരുന്നത് കൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് യോന പ്രവാചകനോട് പറഞ്ഞ്, നീ അവിടെ പോയി പ്രസംഗിച്ചിട്ട് അവർ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഞാൻ അവരെ, എന്താ മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സിനെ വ്യത്യാസപ്പെടുത്തി ദൈവത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് മാനസാന്തരം. അങ്ങനെ അവർ മനസ്സ് വ്യത്യാസപ്പെടുത്തി അവർ ദുഷ്ടതയും, ദുഷ്ടതയും വ്യഭിചാരവും എന്ന് പറഞ്ഞ ആ സ്വഭാവത്തിൽ നിന്ന് മാറി നല്ലതായില്ലെങ്കിൽ ഞാൻ അവരെ നശിപ്പിക്കും. യോന എന്താ വിചാരിച്ചു, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ ഇവരാരും കേൾക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയി ഒളിച്ചിരിക്കാം ദൈവം കാണാത്ത സ്ഥലത്ത്. നമുക്ക് ഇപ്പം അറിയാം നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഒളിക്കാൻ പറ്റും. നമുക്കറിയാമോ ഒളിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ അടുത്ത്. നമ്മൾ കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നാലും ദൈവം നമ്മളെ കാണും. നമ്മൾ മുറിക്കാതെ ഇരുട്ടിപ്പോയിരുന്നാലും ദൈവം നമ്മളെ കാണും. നമ്മൾ ആൾക്കൂട്ടത്തിൽ ഇടയിൽ പോയി നിന്നാലും ദൈവം നമ്മളെ കണ്ടുപിടിക്കും. നമ്മൾ എവിടെ പോയി നിന്നാലും ദൈവം നമ്മളെ കണ്ടുപിടിക്കും. പക്ഷെ യോന എന്താ വിചാരിച്ചെന്നറിയാവോ? ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയാണെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ല. ഇന്നത്തെ കണക്ക് ഇങ്ങനെ എപ്പം നോക്കിയാലും ബൈബിള് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നായിരിക്കും. അല്ലെങ്കിൽ യോനയ്ക്ക് എന്താണ് അങ്ങനെ തോന്നിയെന്നറിയത്തില്ല. എന്നാൽ യോനയ്ക്ക് അറിയാം. യോന വിചാരിച്ചു, നിനവേ പോകാൻ പറഞ്ഞ് ഞാൻ താർശീസിലേക്കുള്ള കപ്പലിലേക്ക് ടിക്കറ്റ് എടുത്ത് കപ്പലിനകത്ത് കയറി. ഇനി നിനവേ പോകാനുള്ള കപ്പലിൽ കയറില്ല. നിനവേ പോകേണ്ടത് എങ്ങോട്ടാണ്? നിനവേ പോകേണ്ടത് കിഴക്കോട്ടായിരുന്നു. യോന താർശീസ് എന്ന് പറയുന്നത് യോന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞാറോട്ട് പോണ കപ്പലിലേക്കുള്ള കപ്പൽ കൂലിയും കൊടുത്ത് അതിനകത്ത് കയറി ഒളിച്ചിരുന്നു. ഉറങ്ങിയപ്പോൾ ദൈവം എന്തായാലും തീരുമാനിച്ചെങ്കിൽ കൊണ്ടുപോകും. നമ്മളിനി എവിടെ പോയി ഒളിച്ചാലും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവിടെ 1,00,000 പല ആൾക്കാർ കാത്തിരിക്കാം വചനം കേൾക്കാനായിട്ട്. അപ്പം യോന ഒളിച്ചാലും ദൈവത്തിന് കൊണ്ടുപോയി പറ്റത്തുള്ളൂ. അല്ല, യോന കപ്പലിൽ കയറി ഒളിച്ചപ്പോൾ
ചുരുക്കി പറയുകയാണെങ്കിൽ ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി, കപ്പലിന് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥകളായി, ഭാരം കുറയ്ക്കാൻ അവർ കപ്പലിലുള്ള സാധനം മൊത്തം എടുത്ത് പുറത്ത് കളഞ്ഞു. എന്തെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കപ്പലിരിക്കുമ്പോൾ ഒരുപാട് ദൈവങ്ങൾ, പല ദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാർ കാണും. എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ യോനയെ മാത്രം ഈ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാത്തതുകൊണ്ട് കപ്പിത്താൻ അന്വേഷിച്ച് ചെന്നപ്പോൾ യോന നല്ല സുഖമായിട്ട് ഉറങ്ങി. വിളിച്ചുണർത്തി ചോദിച്ചു, നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? നീ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? അപ്പോൾ ഉടനെ മറുപടി തയ്യാറായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്വർഗവും ഭൂമിയും അതിലുള്ള സമസ്തവും ഉണ്ടാക്കിയ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. കപ്പിത്താൻ ചോദിച്ചു, നീ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ പറഞ്ഞു, ദൈവം എന്നോട് നിലവേ പോകാൻ പറഞ്ഞു. ഞാൻ താർശീസിലേക്കുള്ള കപ്പലിലേക്ക് വണ്ടിക്കൂലി കൊടുത്ത് കയറിയിരിക്കുകയാണ്. എന്നെ എടുത്തങ്ങ് പുറത്ത് കളാൻ, നിങ്ങൾക്ക് സുഖമായിട്ട് താർശീസിലേക്ക് പോകാം. കാരണം ഞാൻ നിലവയിലേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ ഈ ആൾക്കാർ നല്ല മനുഷ്യരായിരുന്നു. അവർ പറഞ്ഞു, ദൈവമേ ഇയാളുടെ രക്തം ഞങ്ങളുടെ പുറത്താക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാളെ എടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞപ്പോൾ ഒരു വലിയ മീൻ വാ തുറന്നിരിപ്പുണ്ടായിരുന്നു. ദൈവം അവിടെ കൊണ്ട് നിർത്തിയതാണ്. ഈ യോനയെ എടുത്ത് കപ്പലിൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ ആ മീൻ യോനയെ വിഴുങ്ങി 3 ദിവസം യാത്ര ചെയ്ത് നിനവയെ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ട് കൊടുത്തു. ആ 3 ദിവസം 3 പകലും 3 രാത്രിയും ഈ മീനിന്റെ വയറ്റിന്, മീൻ എന്ത് സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത് അറിയത്തില്ല. നമ്മളിനി താർശീശും നിനവയും തമ്മിലുള്ള ദൂരമാണെന്ന് നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം സ്പീഡിലായിരിക്കും ഈ മീൻ ഈ യോനയും കൊണ്ട് യാത്ര ചെയ്തത്. വയറിനകത്തിരിക്കുമ്പോൾ വയറ് ഭയങ്കര ചൂടാണല്ലോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടാണ്. നമ്മുടെ ശരീരത്തിനകമൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മൾ രക്തം കൈ മുറിഞ്ഞാണ് രക്തം പുറത്ത് ചൂട് രക്തമായിരുന്നു. നല്ല ചൂടുള്ള ഇതിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഈ യോന അവിടെ. അതിൻ്റെ ഇടയ്ക്ക് മീൻ എന്തെല്ലാം കടലിലെ വെള്ളം കുടിച്ച് കാണും, വേറെ കൊച്ചു മത്സ്യങ്ങളെ കഴിച്ച് കാണും. അപ്പോഴെല്ലാം ഈ കുടലിനകത്ത് ഇരിക്കുകയാണ് യോന. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് നിന്നവയെ കൊണ്ട് അപ്പൊ അതാണ് യോനയുടെ അടയാളം. അതായത് 3 രാത്രിയും 3 പകലും ഈ കടലിന്റെ അടിയിലായിരുന്നു. അതായത് മീനിന്റെ വയറിൽ ഇരുന്നുകൊണ്ട് കടലിന്റെ മീൻ യാത്ര ചെയ്യുന്ന അടിയിൽ കൂടെ ആണല്ലോ. അപ്പൊ കടലിന്റെ അടിയിലായിരുന്നു യോന. അതുപോലെ ദൈവം പറയുന്നത്, ഈ ദൈവവും യേശു ഭൂമിക്കകത്ത് ആയിരിക്കും, പിന്നെ തിരിച്ചു വരും എന്ന ഒരു അടയാളമാണ് പരീശന്മാർക്ക് കൊടുക്കുന്നത്. അതുപോലെ യേശു മരിച്ച് വെള്ളിയാഴ്ച ദിവസം, നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയും മലയാളത്തിൽ, വെള്ളിയാഴ്ച ദിവസം യേശു മരിച്ച് വെള്ളി, ശനി, ഞായറാഴ്ച വെളുപ്പിനാണ് യേശു പിന്നെ ഭൂമിയുടെ പാതാളത്തിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം യേശു കൊടുത്ത അടയാളമാണ് യോനയ്ക്കുള്ള അടയാളം. യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളമാണ് യോന ഭൂമിയുടെ ഉള്ളിൽ പാതാളത്തിലായിരുന്നത് പോലെ യേശു പാതാളത്തിലായിട്ട് പുറത്ത് വന്ന് ആ അടയാളം മാത്രമേ മനുഷ്യർക്ക് ദൈവത്തിന് കൊടുക്കാനായിട്ട് ഉള്ളൂ. എന്ന് വെച്ച് യേശു അടയാളങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്നല്ല. ഈ പരീശന്മാർക്ക് അതൊന്നും പോരാ. അവർ പറഞ്ഞ സ്വർഗത്തില്, അതായത് മേളിൽ ആകാശത്ത് നോക്കുമ്പോൾ ഒരു അടയാളം ഞങ്ങൾ കാണണം. നമ്മളെല്ലാവരും അത് നോക്കിയിരിക്കുന്നവർ, അടയാളങ്ങൾ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. യേശുവിൽ വിശ്വസിക്കാൻ പറയുമ്പോൾ അവർ പറയും, വ്യക്തമായിട്ടൊരു അടയാളം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും അടയാളങ്ങൾ നോക്കിയിരിക്കുന്നവരാണോ? അടയാളങ്ങൾ ഇല്ലാതെ ആരും കുറെ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറയാം. 1991 ഞാൻ, അപ്പം എനിക്ക് വയസ്സ് 24 വയസ്സുണ്ടായിരിക്കും. 24 വയസ്സുള്ള ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നതല്ല. പക്ഷെ എനിക്ക് യേശുവിനൊന്നും അങ്ങനെ വിശ്വാസമില്ല. അങ്ങനെ വലിയ യേശുവാണ് ദൈവം എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലില്ല. 91 നമ്മളിപ്പോൾ ഈ പാടിയൊരു പാട്ടുണ്ടല്ലോ, അതിരുകളില്ലാത്ത സ്നേഹം. ആ പാട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പൊ യേശുവിൽ ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് എന്നെ 7-ാം ദിവസം സ്നാനപ്പെടുത്തി. ഞാൻ പഠിച്ചതെല്ലാം കത്തോലിക്ക കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ ഞാൻ ഗവൺമെന്റിൽ നിന്നാണ് പഠിച്ചത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു, എല്ലാ ദിവസവും മൊത്തം പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ബോർഡിങ്ങിലായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഞാൻ യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു യേശു ദൈവമാണെന്ന്.
ഇടയ്ക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴേലും പങ്കുവയ്ക്കാം. ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ എനിക്ക് യേശു ദൈവമാണെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലില്ലായിരുന്നു. 91 ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ, നമ്മൾ നേരത്തെ പാടിയ അതിരുകളില്ലാത്ത സ്നേഹം, ആ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ദൈവാനുഭവമാണ്, അതായത് ദൈവം സ്നേഹമാണെന്നൊരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞാനെനിക്ക് ദൈവാനുഭവം ഉണ്ടായെങ്കിലും ഞാൻ പിന്നീടും ആ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ യേശുവിനെ മറന്നുപോയി. ഞാൻ പിന്നെയും യേശുവിനെ കുറിച്ചൊന്നും ആലോചിക്കുകയോ പ്രാർത്ഥിക്കുകയോ യേശു ദൈവമാണെന്നൊന്നും ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ദൈവാനുഭവം ഉണ്ടായി. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ തൊടാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എനിക്ക് കിട്ടി. യേശു സ്നേഹമാണെന്നും അമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതാണെന്നും ആര് സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കുന്നതാണെന്നും ഒക്കെ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെങ്കിലും എൻ്റെ വിശ്വാസം, യേശുവിനുള്ള വിശ്വാസം അത്ര ഉറപ്പിച്ചില്ല ഞാൻ. കാരണം അത് ഞാനും ദൈവമായിട്ട് മാത്രമുള്ള, ഞാൻ ആരും അറിഞ്ഞതുമില്ല, ഒരു വ്യക്തമായിട്ടൊരു അടയാളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിച്ചൊന്നുമില്ല. ഞാൻ യേശുവിനെ ഞാൻ മറന്നുപോയി അതിനെക്കുറിച്ച്. ഞാൻ പിന്നെയും കുറേ നാളങ്ങനെ പോയി. എനിക്ക് കുറേ നാൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 മാസം അയക്കണം. ഞാൻ 92 സുല്ല് വിളിച്ചു പറയുന്നു, സുല്ല് ദുബായിലാണ് വിളിച്ചു പറയുന്നത്, ഞാൻ മദ്യപാനം നിർത്തി. മദ്യപാനം നിർത്തിയപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്, മദ്യപാനം നിർത്തി എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലേ. ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും പറയും, രാവിലെ എന്താ പറയും, ഇനി മേല ഞാൻ കുടിക്കത്തില്ല, എല്ലാവരും പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു കുടിയന്മാരുടെ ഇവിടെ ജീവിച്ചിട്ടുള്ളവരൊക്കെ അറിയായിരിക്കും. കുടിയന്മാരെല്ലാവരും രാത്രി കുടിക്കും, രാത്രി അടിക്കും, ബഹളം ഉണ്ടാക്കും, എല്ലാം കാണിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് പറയും, ഇനി മേലായി ഞാൻ കുടിക്കത്തില്ലെന്ന് പറയും. അപ്പൊ ദുബായി ഇരിക്കുന്ന ആള് വിളിച്ച് പറയാൻ, ഇനി മേല ഞാൻ കുടിക്കത്തില്ലെന്ന്. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പുതുമയൊന്നും അല്ലല്ലോ കേൾക്കുന്നതിൽ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച്, ഇപ്പം സാധാരണ പറയുമ്പോൾ അന്നേരമായിട്ട് പോയി കുടിക്കും. അപ്പൊ ഞാൻ ഇത് പറയുന്ന ആളെ ദുബായി ഇരിക്കുന്നത്, ഞാനിവിടെ നാട്ടിലിരിക്കും. അതെനിക്ക് തോന്നുന്നു ജാനുവരി 92 ജാനുവരിയിൽ ആദ്യത്തെ ആഴ്ചയായിരിക്കും വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 2ാമത്തെ ആഴ്ചയാണ് വിളിച്ചു പറയുന്നത്. ഞാൻ കുടി നിർത്തി എന്നാണ്. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഈ പരീക്ഷന്മാർ പറഞ്ഞില്ലേ, ആകാശത്ത് ഒരു അടയാളം കാണിച്ചു തരണം എന്നാലേ വിശ്വസിക്കത്തുള്ളൂ. എനിക്ക് കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് എനിക്ക് ദൈവാനുഭവം ഉണ്ടായത്. ഞാൻ ഈ പാട്ട് കേട്ടപ്പം അമ്മയെക്കാളും സ്നേഹിക്കുന്ന ദൈവമാണെന്നൊക്കെ ദൈവാനുഭവം എനിക്ക് ഉണ്ടായെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കാതിരിക്കുക. ഞാൻ ഇപ്പോഴും പഴയ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഒരു വിശ്വാസമില്ല. യേശു ദൈവമാണെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 14 വർഷം കോൺവെന്റിൽ നിന്ന് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ച് എനിക്ക് ഒരു വിശ്വാസമില്ല. ഇത് യേശു ദൈവമാണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ എപ്പോഴും സുല്ല് വിളിച്ചു പറയുമ്പോഴും എനിക്ക് യേശുവിന് വിശ്വാസമില്ല. ഇപ്പൊ യേശു സുല്ല് പറയുന്നുണ്ട്, യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ മദ്യപാനം നിർത്തി, ഞാനിപ്പോൾ ബൈബിള് വായിക്കുന്നു, ഞാൻ ഇന്നലെ പോയി ചേച്ചിമാരുടെ വീട്ടിൽ പോയി ഞാൻ അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്ത്, എനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും ചെവി കേൾക്കുന്നില്ല. എനിക്ക് അടയാളം കാണണം. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഒരു 5-6 മാസമെങ്കിലും കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ അതിനകത്ത് പറയുന്ന, എനിക്ക് യേശു ദൈവമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്വന്തമായിട്ട് പറയാണ്, ഒരു 5-6 മാസമെങ്കിലും അടുപ്പിച്ച് കുടിക്കാതിരിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കും. ഞാനത് 5-6 മാസം കൊണ്ടാണ്. കാരണം പല പ്രാവശ്യവും കൊണ്ടുപോയി തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിലും, എറണാകുളത്ത് മാനസിക രോഗ ആശുപത്രിയിലും, ബാംഗ്ലൂരിലെ മാനസിക രോഗ ആശുപത്രിയിലൊക്കെ, തൊടുപുഴയിലും, ഇങ്ങനെ പല സ്ഥലത്ത് പോയി 2-3 മാസമൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2-3 മാസം കഴിഞ്ഞാലും കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു 5-6 മാസം ഇരട്ടിയാക്കി എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് 5-6 മാസം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ സുല്ല് പറയുന്നത് ഞാൻ വിശ്വസിക്കും. സുല്ല് പറയുന്ന ഈ ദൈവത്തെ, സുല്ല് പറയുന്ന യേശു ദൈവമാണ്, യേശുവാണ് എല്ലാം സൃഷ്ടിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മദ്യപാനം നിർത്തി 2 ദിവസം കഴിയുമ്പോൾ വിളിച്ചു പറയും യേശുവിനെ കുറിച്ച്. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഈ 5-6 മാസം കാണാതെ ഞാൻ വിശ്വസിക്കുന്ന കാര്യമില്ല. ഇവര് പറഞ്ഞോണൊക്കെ തന്നെയാണ്. എന്തായാലും ഇപ്പം വർഷം കുറയായി, 10-30 വർഷമായിട്ട് ഇതുവരെ മദ്യപാനത്തിലേക്ക് പോയിട്ടില്ല. ഇതുവരെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് 5-6 മാസമായപ്പോൾ തന്നെ ഞാൻ
വിശ്വസിച്ച് കാണും. എനിക്ക് പിന്നെ എനിക്ക് വന്ന് 91 ജാനുവരി 91 ഫെബ്രുവരിയിൽ മാർച്ച് ആയപ്പോൾ തന്നെ എല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി, എല്ലാം ശക്തമായിട്ടൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ വിശ്വസിച്ചു. 30 വർഷമായിട്ട് ഞാൻ യേശുവിൽ വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നത്. കാരണം അപ്പം ഞാനൊരു അടയാളം കണ്ടത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പം യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോഴും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു വന്ന് പ്രത്യക്ഷപ്പെട്ട് അവരെല്ലാം ആദ്യം അത്ഭുതപ്പെട്ടു. ആദ്യം മഗ്ദലന മറിയത്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ല. നമ്മളെ ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച ശിഷ്യന്റെ പേരാണ് തോമസ് ഇല്ലായിരുന്നു. തോമസിനെ പിന്നീട് രണ്ടാമത് യേശു വന്ന് കാണിച്ച് തോമസ് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ആണി ഇട്ട കൈ എൻ്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പം തോമസിനെ വിളിച്ചിട്ട് പറയും, തോമസെ വന്ന് എൻ്റെ കയ്യിൽ യേശുവിനെ കുരിശ് തൂക്കിയിട്ടപ്പോൾ 2 ആണിടപ്പാട് കയ്യിലുണ്ടായിരുന്നു, കാലിലും ഉണ്ടായിരുന്നു. അപ്പം വിലാവിൽ കുത്തിയ പാടും ഉണ്ടായിരുന്നു. അപ്പം തോമസ് എന്താ പറയുന്നത്? തോമസ് പറയുന്നത് യേശുവിൻ്റെ കയ്യിലെ ആണിയുടെ പാടിൽ ഞാൻ വിരലിട്ടതല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന്. അപ്പം യേശു വന്ന് പറയും, നീ വന്ന് ഇട്ട് നോക്കിക്കോ. അപ്പം മരിച്ചുപോയ ഒരാളിൻ്റെ കയ്യിലും വിലാവിലും കൈയിട്ട് നോക്കിയാലേ വിശ്വസിക്കത്തുള്ളൂ തോമസ് പറഞ്ഞപ്പോൾ യേശു വന്ന് പറഞ്ഞു, നീ ഇട്ട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ തോമസ് വന്ന് ആ കയ്യിൽ വിരലിട്ട് നോക്കി, വിലാപ്പുറത്തും കൈയിട്ട് നോക്കിയിട്ട് മനസ്സിലായത് യേശു. കാരണം 3 ദിവസത്തിന് മുമ്പ് മരിച്ചപ്പം യേശുവിനെ കുത്തിയ പാടവിടെ ഉണ്ടായിരുന്നു. അപ്പം വിശ്വസിച്ചു. അപ്പം യേശു എന്താണ് തോമസിനോട് പറഞ്ഞത്? എന്നോടും പറഞ്ഞത്, നീ വിശ്വസിച്ചത്, നീ അടയാളം കണ്ടത് കൊണ്ട് വിശ്വസിച്ചു. ഞാൻ അടയാളം കണ്ടിട്ട് തന്നെയാണ് വിശ്വസിച്ചത്. തോമസും അടയാളം കണ്ടിട്ടാണ് വിശ്വസിച്ചത്. അപ്പം യേശു പറഞ്ഞു, അടയാളങ്ങൾ കണ്ടത് കൊണ്ട് നീ വിശ്വസിച്ച്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു അടയാളവും കാണാതെ യേശു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ യേശു പറയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പൊ ഞാൻ അടയാളം ഒന്നും ചോദിക്കാറില്ല. നമ്മൾ അന്ന് അടയാളം ചോദിച്ചു. ഒരുപാട് പേരുണ്ട് രോഗം മാറിയാലേ വിശ്വസിക്കത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരാൾക്ക് ക്യാൻസർ രോഗം വന്ന് അവരെ വീട്ടുകാർ മൊത്തം വിശ്വസിച്ചു. എന്തുകൊണ്ടാണ്? ക്യാൻസർ മാറി. കുറേ നാൾ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിമുക്ത ആയിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിക്കാൻ പറ്റി. അപ്പോൾ അവർ വിശ്വസിച്ചു. പക്ഷേ വീണ്ടും ആ വ്യക്തിക്ക് ക്യാൻസർ വന്ന് ആ വ്യക്തി മരിച്ചു പോയപ്പം ഇവരെന്താ ചെയ്ത്? ഇവർ പറഞ്ഞ്, ഈ യേശുവിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം അവർ കണ്ട അടയാളം മാറിപ്പോയി. അപ്പം അവർ ആ വിശ്വാസം അവരങ്ങ് എടുത്തു കളഞ്ഞു. അപ്പം അവരുടെ യേശു എങ്ങനെയാണ് അവനെ കാണുന്നറിയത്തില്ല. നമുക്ക് ഇപ്പം ഞാൻ വിശ്വാസി ആയതുകൊണ്ടായിരിക്കും, ഞാൻ യേശു വിശ്വാസ വ്യക്തി ആയതുകൊണ്ടായിരിക്കും അവർ ക്യാൻസർ രോഗം സുഖപ്പെട്ട് പിന്നെ വീണ്ടും ക്യാൻസർ രോഗം വന്ന ആ വ്യക്തി മരിച്ചപ്പോൾ അവരുടെ ആ വീട്ടുകാരുടെ മൊത്തം അവരിപ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നില്ല. അവർ ക്രിസ്തീയ കുടുംബത്തിലുള്ളവരാണ്. പക്ഷെ അവർക്ക് നമ്മൾ പറയുന്ന കണക്ക് യേശുവാണ് എല്ലാം ഉണ്ടാക്കിയത്, യേശുവിനെല്ലാം പറ്റും, അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് അവരെ വിട്ടുപോയി. അവർ പറഞ്ഞ്, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ സുഖപ്പെടുത്താൻ പറ്റാത്തൊരു ദൈവത്തിനെ അവർക്ക് വിശ്വസിക്കണ്ട, എൻ്റെ ആവശ്യമില്ല അവർക്ക്. എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, ഈ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അടയാളങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്ന കാണുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന പരീശന്മാർക്കും സദൂക്യർക്കും യേശു പറഞ്ഞതാണ്, ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ ആയതുകൊണ്ടാണ് അടയാളങ്ങൾ അന്വേഷിക്കുന്നത്. യേശു പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം. ഒരുപാട് പേര് അടയാളങ്ങൾ അന്വേഷിക്കുന്നു. യേശു പറഞ്ഞത്, നിങ്ങൾ ദുഷ്ടതയും നിങ്ങൾക്ക് വ്യഭിചാര തലയിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം ഇതിന് നൽകപ്പെടുകയില്ല. അന്ന് കേൾക്കുമ്പോൾ യോനയുടെ അടയാളം സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ കേട്ടിട്ടിരിക്കുമ്പോൾ യോനയുടെ അടയാളം യേശു കാണിച്ചു കഴിഞ്ഞു. യേശു മരിച്ച് ഭൂമിയുടെ ഉള്ളിൽ പാതാളത്തിൽ ആയിരുന്നു. പിന്നീട് യേശു പുറത്തു വന്ന് 40 ദിവസം ഇവിടെ ഭൂമിയിൽ ശിഷ്യന്മാരുടെ ജീവനുള്ള മനുഷ്യരെ പോലെ
നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് യേശു സ്വർഗാരോഹണം ചെയ്തത്, അതായത് സ്വർഗത്തിലേക്ക് പോയത്. യേശു കാണിച്ച അടയാളം, അന്ന് കാണിച്ച അടയാളം അത്രയേ ഉള്ളൂ. യേശു പറഞ്ഞു അത് കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. പക്ഷെ യേശു നമുക്ക് ഇപ്പോഴും, ഞാൻ അടയാളം ചോദിച്ചപ്പോൾ എനിക്ക് അടയാളം കാണിച്ചു തന്നതുപോലെ പലർക്കും യേശു അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ അടയാളങ്ങൾ മാത്രം കണ്ട് വിശ്വസിക്കുന്നവരെ, അടയാളങ്ങൾ ചിലപ്പോൾ ഒരു അടയാളം യേശു നമുക്ക് കാണിച്ചു തരുമായിരിക്കും ഒരുപാട് പേർക്ക്. ചിലർ പറയും ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, നേരത്തെ പറഞ്ഞു ക്യാൻസർ മാറിയാലും ഞാൻ വിശ്വസിക്കാം, എൻ്റെ കടം മാറിയാൽ ഞാൻ വിശ്വസിക്കാം, എൻ്റെ ഭർത്താവ് ഈ അടി നിർത്തിയാൽ ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ മന്ത്രവാദി പറഞ്ഞ ഈ കാര്യം അസത്യമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കും. യേശു പറയുന്നത് അടയാളങ്ങൾ അന്വേഷിക്കേണ്ട, യേശുവിൽ വിശ്വസിക്കുക. നമ്മളെന്തായാലും യേശുവിനെ കുറിച്ച് കേട്ടു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, യേശു എനിക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റ്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും. യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിനോട് എന്നേക്കും ജീവിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും, യേശുവിൻ്റെ കൂടെ നിത്യമായി ജീവിക്കും. നമ്മളിവിടെ ആകപ്പാടെ കൂടിപ്പോയാൽ 90 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സിൽ ഒരുപാട് പേര് ജീവിക്കുന്നില്ല. ഏറ്റവും നല്ലോണം ജീവിക്കുന്നവരൊക്കെ 90 വയസ്സ്, 90 വർഷമേ നമുക്കിവിടെ ആയുസുള്ളൂ പരമാവധി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിത്യമായിട്ട് കോടിക്കണക്കിന് വർഷം യേശുവിനോട് ജീവിക്കേണ്ടവരാണ്. അത് നമ്മൾ വിശ്വസിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് വിശ്വാസം തരേണ്ടത്. അത് നമ്മൾ എത്ര ബലം പിടിച്ചാലും, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഈ അടയാളങ്ങൾ കണ്ടത് കൊണ്ട് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ അടയാളം മാറിപ്പോകുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും യേശുവിനെ വിട്ടു പോകും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാനും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ പുഴു തിന്നും, അല്ലെങ്കിൽ നമ്മൾ ചാരമാവും. ഏത് തന്നെ ആയാലും നമ്മൾ ഈ അവസ്ഥ മാറി നമ്മൾ വേറെ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പക്ഷേ നമ്മൾ ചാരമായാലും നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ പുഴു തിന്നാലും നമ്മളെ ഭൂമിയിൽ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അമ്മമ്മമാര് അപ്പന്മാരൊക്കെ മരിച്ച് സിമിത്തേരി കിടപ്പുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ, ഹിന്ദുക്കളാണെങ്കിലോ അവരുടെ ജഡം എല്ലാം ചാരമായി പോയി കളിച്ച് ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഒരു 4-5 വർഷം കഴിയുമ്പോൾ തലയോട്ടി അല്ലാതെ പിന്നെ ഒന്നും കാണത്തില്ല. അടക്കുന്നവരാണെങ്കിൽ, കത്തിക്കുന്നവരാണെങ്കിൽ ഒന്നുമില്ല, ചാരം മാത്രമേ ഉള്ളൂ. യേശു പറയുന്നത് നിങ്ങൾ ചാരമാണെങ്കിലും പുഴു തിന്നാലും യേശു ഉയർപ്പിക്കുമ്പോൾ നമ്മളെ ഇതുപോലെ തന്നെ, നമ്മളെ ഇപ്പോൾ കാണുന്ന കണക്ക് തന്നെ, എനിക്ക് എൻ്റെ മകൻ ജോണിനെ കാണുമ്പോൾ ഞാൻ ജോൺ തന്നെ വിളിക്കും മരണത്തിൽ. എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ സുല്ലൻ തന്നെ വിളിക്കും. അത് ഞാൻ കണ്ട അതുപോലെ തന്നെ ഇരിക്കും. അവർ ചാരമായാലും പുഴു തിന്ന് മണ്ണായാലും നമ്മൾ വീണ്ടും മരിച്ചുയർത്തെഴുന്നേറ്റ് വരുമ്പോൾ യേശുവിനെ പോലെ, യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ പോലെ തന്നെ ഇരുന്നു. ആ മുറിവ് വരെ ഉണ്ടായിരുന്നു യേശുവിന്റെ ശരീരത്തിൽ. അതുപോലെ നമ്മൾ വിശ്വസിക്കണം യേശുവിനെ. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും. യേശു പറഞ്ഞ ഈ അടയാളം അല്ലാതെ വേറെ അടയാളം ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, യേശു മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഓരോരുത്തരും മരിച്ച് ചാരത്തിൽ നിന്ന് യേശു നമ്മളെ വീണ്ടും ഉയർപ്പിച്ച് നമ്മളിപ്പോൾ കാണുന്ന അതേപോലെ തന്നെ നമ്മളിരിക്കും. നമ്മൾ പുഴു തന്നവരാണെങ്കിൽ നമ്മൾ ആ പൊടിയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് യേശുവിനെ നമ്മൾ ഇതേപോലെ തന്നെ എഴുന്നേറ്റ് വരും. യേശു പറഞ്ഞ് രണ്ടാമത് വരുമ്പോൾ, യേശു സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാലാഖമാരെല്ലാം ഉണ്ടായിരിക്കും. യേശു അവിടെ വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കാളും ഒരു നിമിഷം മുൻപേ മരിച്ച് ചാരമായി പോയവരും മരിച്ച് പുഴു തിന്ന് മണ്ണായി പോയവരും എല്ലാവരും ഇതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് വാനമേഘങ്ങളിൽ യേശുവിനോട് ചേരും. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ വായിച്ച്, നമ്മുടെ വിശ്വാസം ഇതാണ്. മരിച്ച് നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചതിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എനിക്ക് ഇപ്പോഴും വിഷമം. എൻ്റെ അനിയത്തി മരിച്ചുപോയി, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം. അപ്പം എൻ്റെ അനിയത്തി മരിച്ചു പോയാൽ എനിക്ക് വിഷമമുണ്ട്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, നമ്മൾ യേശു രണ്ടാമത് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വാനമേഘങ്ങളിൽ നമ്മൾ ഒന്നിച്ച് വീണ്ടും കാണും. അവിടെ അവൾ എങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ അവളിരിക്കും. ഞാൻ അവളെ കാണുമ്പോൾ അവൾ എന്നെയും കാണും.
അപ്പം അപ്പം അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സമാധാനം. ഞാൻ വീണ്ടും കാണുമല്ലോ. കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ മരിച്ചിപ്പോൾ ഇപ്പം എനിക്ക് 54 വയസ്സായി. ഞാൻ കൂടിപ്പോയാൽ 10-30 വർഷം കൂടെ ജീവിക്കുമായിരിക്കും, കൂടിപ്പോയാൽ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യേശു വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് അവിടെ വാനമേഘങ്ങളിൽ കാണാം. എന്ന് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. പക്ഷെ യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് ആ പ്രത്യാശയില്ല. കാരണം അവരെന്താ വിചാരിക്കുന്നത്? എൻ്റെ ഭർത്താവ് ചാരമായിപ്പോയി, എൻ്റെ ഭർത്താവ് മണ്ണായിപ്പോയി, എൻ്റെ അപ്പൻ മണ്ണായിപ്പോയി, എൻ്റെ അപ്പൻ ചാരമായിപ്പോയി. യേശു വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് പ്രത്യാശയില്ല. അവർ വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയില്ല. പക്ഷെ യേശു വിശ്വസിക്കുന്ന നമുക്ക് യേശു പറഞ്ഞ്, യോനായുടെ അടയാളമല്ലാതെ ഒരടയാളം ഈ തലമുറയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ല. യേശു അടയാളം തന്നു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും യേശു അടയാളം തന്നു കഴിഞ്ഞു. യേശു പറഞ്ഞ്, ഞാൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കും. യേശു ജീവനോടെ വന്നപ്പോഴത്തേക്ക് യേശു പറഞ്ഞു, എന്നെ തൊട്ട് നോക്ക്, എന്നെ പോലെ മാംസവും അസ്ഥിയും ഭൂതത്തിനില്ലല്ലോ. ഇപ്പൊ യേശുവിന് മാംസവും അസ്ഥിയും അതേ മുഖഛായയും മുടിയും നഖവും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കും അതുപോലെ എല്ലാം കാണും. എല്ലാം കാണുമ്പോഴത്തേക്ക് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ നമ്മൾ അതേപോലെ തന്നെ കാണും. ഒരു കുറച്ച് നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് ആ 30 വർഷം കാണാത്ത വിഷമമൊക്കെ അങ്ങ് മാറിപ്പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇപ്പം അനിയത്തിയാണ് നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എപ്പോഴും അനിയത്തിൻ്റെ കാര്യം ആലോചിക്കും. ഞാൻ വിചാരിക്കുന്നത് 30 വർഷം കഴിയുമ്പോൾ അവിടെ ഞാൻ വീണ്ടും കാണും. അപ്പം അവിടെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചാരമായി പോയിട്ടുണ്ടെങ്കിൽ, പുഴുതിൻ്റെ മണ്ണായി പോയിട്ടുണ്ടെങ്കിൽ, യേശു രണ്ടാമത് വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടിരുന്നുവോ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും കാണും. വിശ്വസിക്കുക. ഇന്ന് യേശു വിശ്വസിക്കാത്തവർക്ക് ഈ പ്രത്യാശയില്ല. യേശു വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രത്യാശയുള്ളൂ. അവരും യേശുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് യേശുവിനെ വിശ്വസിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രത്യാശയിലേക്ക് കടന്നു വരിക. യേശു രണ്ടാമത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ മണ്ണിലായിപ്പോയിട്ടുണ്ടെങ്കിലും, ഏതവസ്ഥ, പൊടിയായിപ്പോയോ ചാരമായിപ്പോയോ മണ്ണായിപ്പോയോ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ മൃഗങ്ങൾ തിന്നവരുണ്ട്, മത്സ്യം തിന്നവരുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ മരിക്കുന്നത് അറിയത്തില്ലല്ലോ. എങ്ങനെ മരിച്ചാലും യേശു രണ്ടാമത് വരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പൂർണ്ണമായിട്ട് യേശുവിന് മുമ്പിൽ നമ്മൾ കാണപ്പെടും. അതിനുവേണ്ടി പ്രത്യാശയോടെ നമ്മൾ വിശ്വാസികളെല്ലാവരും യേശു എന്ത് വിശ്വസിക്കുന്നവരാണ്? യേശു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് എന്നെ വീണ്ടും കൊണ്ടുപോകാൻ വരുമെന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ പ്രത്യാശയുണ്ട്. അതാണ് യേശു പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന അടയാളങ്ങളൊന്നും അത് വരും, അത് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്യാൻസർ രോഗി സുഖപ്പെട്ടപ്പോൾ കുടുംബം മൊത്തം വിശ്വസിച്ചു. ആ രോഗം വീണ്ടും വന്ന് മരിച്ചപ്പോൾ അവരെല്ലാവരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. ഭൂമിയിൽ കാണുന്ന ഈ അടയാളങ്ങളൊക്കെ വന്നും പോയൊക്കെ നിൽക്കും. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവർ ആ അടയാളം, യേശു പറഞ്ഞ അടയാളം നടന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്കും വീണ്ടും യേശു രണ്ടാമത് വരുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം ആയിരിക്കാം. വിശ്വസിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, ഞാൻ യേശുവിൽ വിശ്വസിക്കുക. നമ്മൾ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ദൈവത്തിന് സ്തുതി. വേണ്ടി വരിക. ക്രിസ്തായ പാട്ടില്ലേ, നമ്മൾ നേരത്തെ കേട്ട ഭാഗ്യത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് വിശ്വസിക്കുന്ന അനേകരുണ്ട്. എന്നാൽ വിശ്വാസം, കർത്താവ് പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കുന്നവർ ചെയ്യേണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. അതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടയാളമായി യേശു ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ എന്നെ വിശ്വസിക്കുന്നവർ അടയാളമായിട്ട്
വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിലൂടെ കേൾക്കുന്നവരും ഇത് ബാധകമാണ്. നമുക്ക് വിശ്വസിക്കാൻ, മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ എളുപ്പമുണ്ട്. എന്നാൽ അത് ഈ പ്രവൃത്തി ചെറിയൊരു പ്രവൃത്തിയാണ് ദൈവം പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു പൈസ കൊടുക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല. ഒരു വെള്ളത്തിൽ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസം ഏറ്റുപറയുക, അങ്ങനെയുള്ള അവരെയാണ് വിശ്വാസിയായിട്ട് ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ചില ആൾക്കാർ ചോദിക്കും, ഞാൻ കൊച്ചിലെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ കൊച്ചിലെ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിനും ഏറ്റുപറയാറുണ്ട്, ഈ ആളെ മരണം വരെ ഭാര്യയായി ഭർത്താവായി ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ളതുണ്ട്. അത് ഈ ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞാൽ എങ്ങനെ, കൊച്ചു കുഞ്ഞ് ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് പറയുകയാണ്, ഈ പെണ്ണിനെ ഈ ചെറുക്കനെ ഞാൻ കല്യാണം കഴിക്കുന്ന മരണം വരെ ഞാൻ ഇവളായിട്ട് കഴിഞ്ഞോളാം, ഇവളായിട്ട് ഇത് ചെയ്തോളാം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നിലനിൽക്കുമോ? പ്രായം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അവർക്കൊരു തീരുമാനം എടുക്കുന്ന, ഇപ്പം നമ്മൾ 18 വയസ്സെന്നൊക്കെ പറയുന്നത് പണ്ട് 13, 14 വയസ്സിലേക്ക് കെട്ടിച്ചു വിടാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശ്വസിക്കാൻ, പറയുന്നത് മനസ്സിലാക്കി പറയാൻ തക്ക ഒരു പ്രായത്തിലേക്ക് എത്തണം. അങ്ങനെ മനസ്സിലാക്കി യേശുവിനെ വിശ്വസിക്കുകയും, യേശുവാണ് ഏക ദൈവം, അവനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, എന്നെ ഉണ്ടാക്കിയതും യേശുവാണെന്ന്, ഞാൻ കുറവുള്ളവനാണ്, നമ്മൾ കുറവുള്ളവരാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ വീണു പോകും. പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറവുള്ളവരാണ്, നമ്മൾ വീണു പോകും. തീർച്ചയായിട്ടും നമ്മൾ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ തെറ്റ് വരുത്തും. അതിന് പരിഹാരം ചെയ്ത പാപത്തിനും ചെയ്യാനിരിക്കുന്ന പാപത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ഒക്കെ പരിഹാരം ചെയ്തവരാണ്. അപ്പം നമ്മൾ ചെയ്തു പോയത്, കർത്താവെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, നീ എനിക്ക് വേണ്ടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത്, അതുകൊണ്ട് എന്നെ കുറ്റക്കാരനാക്കരുത്, എന്നെ പിശാചിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം അത് വിശ്വസിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. വിശ്വസിക്കണമെങ്കിലും അത് ലഭിക്കണമെങ്കിലും അവൻ പറഞ്ഞ കാര്യം കൂടെ ഒരു സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് യേശുവിനെ ഏറ്റു പറയണം. അതാണ് പറഞ്ഞത്, നിങ്ങൾ പോകുക, ലോകത്തിൻ്റെ സകല സ്ഥലത്തും പോയി യേശുവിനെ അറിയുക, വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുക, അവരെ എൻ്റെ കൽപ്പനകൾ പഠിപ്പിക്കുക. ഓക്കെ, നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിൻ്റെ എല്ലാ അടയാളമായിട്ടാണ് യേശു പറഞ്ഞത്. ഈ സ്നാനം സ്വീകരിച്ചവർക്കാണ് ഇത്. അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത് സ്വീകരിച്ചതാണ് പൊതുവെ ഈ തിരുവത്താഴം കൊടുക്കാറുള്ളത്. ഇത് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും യോഗ്യത കൊണ്ടല്ല. ഇത് കഴിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് കഴിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അവൻ മൂലം ജീവിക്കണമെങ്കിൽ നമുക്കിത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഇത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ തിരുവത്താഴം നടത്തുന്നതിന് മുമ്പ് നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന പാട്ട് നമ്മുടെ ഇടയ്ക്ക് ചൊല്ലാറുണ്ട്, യേശു പഠിപ്പിച്ച പാട്ട്. അതിന് പകരം നമുക്ക് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് പാടാം. പേജിലെ 88-ാമത്തെ പാട്ട് ബുക്കിൽ. നമുക്ക് അറിയത്തില്ല. നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമി, നിന്തിരു മനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ, അന്നു വേണ്ട അപ്പം തന്നു നീ ഞങ്ങൾ
എന്നെന്നും കാത്തിടണേ. അന്നു വേണ്ട അപ്പം തന്നു നീ ഞങ്ങളെ എന്നെന്നും കാത്തിടണേ. ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമേ. നീ ഞങ്ങളോടും പൊറുക്കേണമേ. സ്വർഗ്ഗസ്ഥനാം പിതാവേ, നിൻ നാമം പൂജിതമായിടണേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ മനസ്സരുളേ. സ്വർഗ്ഗസ്ഥനാം പിതാവേ, എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ. എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ. ദുഷ്ടാരൂപിയിൽ നിന്നു നീ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ. നീ രക്ഷിച്ചു കൊള്ളേണമേ. സ്വർഗ്ഗസ്ഥനാം പിതാവേ, നിൻ നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമി നിന്റെ മനസ്സരുളേണമേ. സ്വർഗ്ഗസ്ഥനാം പിതാവേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ പരമേൽക്കുകയും ചെയ്ത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ ഒറ്റപ്പെടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, ഈ പാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നവരെയും അവൻ്റെ മരണത്തേക്ക് പ്രഖ്യാപിക്കുന്നു. നോക്കിയിരിക്കുക. ആറാമത്തെ പാട്ട്. ജീവനേ
നമുക്ക് ഇപ്പോഴും അവിടുന്ന് പറഞ്ഞ 1-2 വചനഭാഗങ്ങൾ ഓർക്കാം. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനത്തിലൂടെ. അതുപോലെ തന്നെ മലയിൽ കാണാൻ ചെന്നപ്പോൾ മോശയും മറ്റ് ആൾക്കാരും കാണാൻ ചെന്നപ്പോൾ ദൂരെ നിന്ന് അവർ മുട്ടുകുത്തി അവിടുത്തെ ആരാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ശരീരം അവിടുത്തെ ആലയമാണ്. നമുക്ക് സൗഖ്യം കിട്ടണം, നമുക്ക് തടസ്സങ്ങൾ മാറണം, നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറണം, നമ്മളെ സാമ്പത്തികപരമായും ജോലിപരമായും മാനസികമായും ആത്മീയമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഇതിലെല്ലാം തടസ്സങ്ങൾ മാറി അനുഗ്രഹം കടന്നു വരുവാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ദൈവത്തെ നമ്മൾ ഇപ്പോൾ മീഡിയയിലൂടെ കാണുന്നതാണെങ്കിലും ഈ ശുശ്രൂഷയിൽ മീഡിയയിൽ കാണുന്ന ഏവർക്കും 2 അതിലധികം പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യം ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവത്തെ ആ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്കിപ്പോഴും മുട്ടുകുത്തി എവിടെയാണെങ്കിലും നമുക്ക് മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുവാൻ, ഈ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ അവസ്ഥകളും അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വിട്ടുപോകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുവാൻ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്ന ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തടസ്സങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോകാൻ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടെ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങളെക്കുറിച്ച് നല്ല പദ്ധതിയുള്ള ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോഴും അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലക 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 മലക. പിതാവെ അങ്ങേ ആരാധിക്കുന്നു, യേശുവെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ, കൊറോണയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനായിട്ട് അതിനുവേണ്ടി ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും, പോലീസ് ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഞങ്ങളുടെ അയൽക്കാരെ എല്ലാം, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളെ ശാരീരികമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, ഞങ്ങളുടെ കുടുംബപരമായ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അവിടുന്ന് സ്നേഹവാനാണല്ലോ, സ്നേഹവാനായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഫലങ്ങൾ ഞങ്ങളിലെല്ലാം ഉളവാവട്ടെ. ആത്മീയ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എണീറ്റ് ഇന്ന് പാട്ടുപാടും. നമുക്കെപ്പോഴും നമ്മുടെ ശിരസ്സുകളെ വണക്കാം. അവിടുന്ന് അഹ്റോൻ വഴി
അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചതുപോലെ, അവിടുത്തെ അനുഗ്രഹിച്ചതുപോലെ ഇപ്പോഴും നമ്മളെല്ലാവരെയും നമ്മൾ നിലനിൽക്കുന്ന കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷയങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവമേ, പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ, ഈ കുടുംബങ്ങളെ അവിടുത്തെ പ്രത്യേക സംരക്ഷണത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. എല്ലാവിധ തടസ്സങ്ങളും പിശാചും ലോകവും ഉയർത്തിരിക്കുന്ന എല്ലാവിധ കുടുംബത്തിലുള്ള ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വരനെ നയിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.